അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ മൂന്നാമത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാനിങ്ങനെ പാടത്തേക്ക് ഇറങ്ങിയപ്പോൾ പെട്ടെന്നൊരു കാഴ്ച കണ്ടു. അതായത് ഇപ്പോൾ പാടത്താകെ വെള്ളമാണല്ലോ, റോട്ടുമേലേക്ക് കയറാനായിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ ഒരുപാട് കുപ്പി വേസ്റ്റും ചണ്ടികളും കവറൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പാടത്തേക്ക് ഇറങ്ങിയ സമയത്ത് എല്ലാവർക്കും സന്തോഷം നൽകുന്നൊരു കാഴ്ച കണ്ട്. പാടത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഇവിടെ ഇങ്ങനെ റോട്ടുമേൽ ഒരുപാട് കുപ്പികൾ. അപ്പോൾ ഞാനിങ്ങനെ പോയി നോക്കിയപ്പോൾ നാട്ടിലെ നല്ലവരായ ചെറുപ്പക്കാർ ഒരു കൂലിയോ ഒന്നും പ്രതീക്ഷിക്കാതെ അത് ക്ലീൻ ചെയ്യുന്ന കാഴ്ചയാണ് ഞാൻ കാണിച്ചു തരാം. ഒന്നുണ്ടാവും ഒരുപാട് കുപ്പി വേസ്റ്റ്. ഇതൊക്കെ ഓരോരുത്തർ കുടിച്ചിട്ട് അലക്ഷ്യമായി വലിച്ചെറിയുന്ന സംഗതികളാണ്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്, നമ്മളെ മാലിന്യം സംസ്കരണം. അപ്പോൾ കണ്ണിന് സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഒരു കൂലിയും പ്രതീക്ഷിക്കാതെ നമ്മുടെ നാട്ടിലെ നല്ലവരായ ചെറുപ്പക്കാർ. കാക്ക, അതിപ്പോൾ എന്താ സംഭവമൊന്നുമില്ല, ചെറിയ സേവനം, ക്ലീനിങ്. നമ്മൾ നാട് ക്ലീൻ ആകുമ്പോൾ നമ്മൾ മനസ്സും ക്ലീൻ ആവും, അങ്ങനെയാണ്. ഇതിനിപ്പോൾ പ്രത്യേകിച്ച് കൂലിയൊന്നും പ്രതീക്ഷിക്കണില്ല, ഒരു നന്മ അല്ലേ? ഓരോ ആളുകളെ ഇടാഞ്ഞാൽ മതി ആൾക്കാർ. ശ്രദ്ധിക്കാതെ വലിച്ചെറിയൂലേ? എന്തോരം വേസ്റ്റ് അല്ലേ ഇത് കാരയിലെ കൊടുത്തിട്ടുണ്ട്. വെറുതെ ഈ അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടാണ്ട്. ഇപ്പോൾ മറ്റേ ഒരു വൈറസ് ഉണ്ടല്ലോ, ഒരുപാട് വേസ്റ്റാണ്. എന്താ ചെയ്യുക? കാക്ക ദൂരെയുള്ള കുപ്പികളൊക്കെ അടുത്തേക്കാക്കി കൊടുക്കണം. ബാക്കിലുള്ള നമ്മളെ കുഞ്ഞിക്ക അത് കൊട്ടയിലാക്കി എടുക്കും. ഏതായാലും എല്ലാവരും ശ്രദ്ധിക്കുക, വേസ്റ്റുകളൊന്നും കൊണ്ടുപോയിടാതിരിക്കുക. നിങ്ങൾ കണ്ടില്ലേ, ഇവർ നമ്മളെ നാട്ടുകാരാണ്, പരിചയമുള്ള, ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ വാപ്പയാണ്. അപ്പോൾ അവരൊക്കെ നാട് നന്നാകാൻ വേണ്ടിയിട്ട് ഓരോ ആളുകൾ ലക്ഷ്യമായി വലിച്ചെറിയുന്ന കുപ്പികളാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അവർ പറഞ്ഞത് കേട്ടില്ലേ, ഇനി ആരും ഇത് ചെയ്യരുത്. ഇങ്ങനത്തെ കാര്യങ്ങൾ നാടിനും സമൂഹത്തിനൊക്കെ അതൊരു കേടായി സംഭവിക്കും. നമ്മൾ ഓരോരുത്തരും ഈ കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ മതിയാവും, എന്നാൽ തന്നെ നമ്മുടെ നാട് ക്ലീൻ ആവും. അപ്പോൾ ഇവർ ഇറങ്ങി തിരിച്ചുകൊണ്ട് ഒരുപാട് കുപ്പികൾ ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാവും. ഓരോരുത്തർ ഇങ്ങനെ വലിച്ചെറിയും ലക്ഷ്യമായിട്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന കുപ്പികൾ അത് കുപ്പികളാണെങ്കിലും വേറെ ഏത് വേസ്റ്റാണെങ്കിലും അത് സംസ്കരിക്കാനുള്ള മാർഗ്ഗം നമ്മൾ കണ്ടെത്തണം. ഇത് സമൂഹത്തിന് പ്രയാസമാകുന്ന രൂപത്തിൽ ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. വലിയ ദോഷം സംഭവിക്കും. നമ്മളെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും അതിൻ്റെ ദോഷം സംഭവിക്കും. എല്ലാവരും ശ്രദ്ധിക്കുക.